നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് എഡിറ്റ് ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. കുഴിമ്പിത്താഴത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടം. ചികിത്സയിലായിരുന്ന മൂന്നാമത്തെ യുവാവ് മരിച്ചത് കിഴക്കേക്കര ചാലക്കര നികേഷ് ഷെഡമോൻ. മൂവാറ്റുപുഴ നഗരത്തിലെ പ്രധാന ബസ് ബേകൾ കയ്യേടൽ ഗതാഗത കുരുക്കിനും യാത്രാക്ലേശത്തിനും കാരണമാകുന്നു. നടപടിയെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്ന് വ്യാപക പരാതി. മഞ്ഞളൂർ റൂറൽ സഹകരണ ബാങ്കിൽ ക്രമക്കേട്. നഷ്ടമായ തുക നഷ്ടോത്തരവാദിത്വമായി ഈടാക്കാൻ ഉത്തരവ്. സഹകരണ വകുപ്പ് സർചാർജാണ് ഉത്തരവിറക്കിയത്. ലതാപാലത്തിന് സമീപം ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ. 8 മാസത്തോളമായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് തകർന്ന് വെള്ളം പാഴാകുന്നു. ദിവസേന പാഴാകുന്നത് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം. മൂവാറ്റുപുഴ നഗരസഭയിൽ ഹോട്ടലുകളിലും ഇറച്ചിക്കടകളിലും വില നിയന്ത്രണത്തിന് കർശന തീരുമാനം. വിലവിവര പട്ടിക നിർബന്ധമായും പ്രദർശിപ്പിക്കണം. വില നിയന്ത്രണം ഉറപ്പാക്കാൻ പരിശോധനകൾ ശക്തമാക്കും. വാർത്തകൾ വിശദമായി. കുഴിമ്പിത്താഴത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മൂന്നാമത്തെ യുവാവ് മരിച്ചു. കിഴക്കേക്കര ചാലക്കര നികേഷ് ഷെഡമോനാണ് ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. മൂവാറ്റുപുഴ കല്ലോട്കാട് റോഡിൽ കുഴിമ്പിത്താഴത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മൂന്നാമത്തെ യുവാവ് മരിച്ചു. മൂവാറ്റുപുഴ കിഴക്കേക്കര സ്വദേശി ചാലക്കര നികേഷ് ഷെഡമോനാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. ഏനാനെല്ലൂർ കുഴിമ്പിത്താഴത്തിന് സമീപം കഴിഞ്ഞ 24-നാണ് അപകടമുണ്ടായത്. എതിർദിശകളിലെത്തിയ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ നികേഷ് ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ചയാണ് മരിച്ചത്. ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 3ആയി. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മാലിക്കുന്നിൽ ഇന്ദ്രജിത്തിന്റെ ജീവൻ അന്ന് തന്നെ നഷ്ടപ്പെട്ടിരുന്നു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന രണ്ടാമത്തെ യുവാവ് വെള്ളൊടുക്കുന്നം കാവുങ്കര KK ഹൌസിൽ മുഹമ്മദ് കാസിമും കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു. മൂവാറ്റുപുഴ നഗരത്തിലെ പ്രധാന ബസ് ബേകൾ വ്യാപകമായി കൈയേറുന്നത് ഗതാഗത കുരുക്കിനും യാത്രാക്ലേശത്തിനും കാരണമാകുന്നു. സ്വകാര്യ വാഹനങ്ങളുടെ നിയമലംഘനങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്ന് വ്യാപക പരാതി. സ്വകാര്യ വാഹനങ്ങൾ നഗരത്തിലെ പ്രധാന ബസ് ബേകൾ വ്യാപകമായി കൈയേറുന്നത് കടുത്ത ഗതാഗത കുരുക്കിനും യാത്രാക്ലേശത്തിനും കാരണമാകുന്നു. രാവിലെ മുതൽ MC റോഡിലും ദേശീയപാതയിലുമുള്ള ബസ് ബേകളിൽ അനധികൃത പാർക്കിംഗ് നടക്കുന്നത് ബസ് സർവീസുകളെയും സുഗമമായ വാഹന ഗതാഗതത്തെയും ഒരുപോലെ ബാധിക്കുകയാണ്. വെള്ളോർക്കുന്നം മഹാദേവ ക്ഷേത്ര പരിസരത്തുള്ള ബസ് ബേ പൂർണ്ണമായും സ്വകാര്യ വാഹനങ്ങളുടെയും തെരുവ് കച്ചവടക്കാരുടെയും നിയന്ത്രണത്തിലാണ്. KSRTC സ്റ്റേഷന് മുന്നിലെ ബസ് ബേയിൽ ഇരുചക്ര വാഹനങ്ങളും കാറുകളും തടസ്സമില്ലാതെ പാർക്ക് ചെയ്യുന്നതിനാൽ ബസ്സുകൾക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല. ഇത് പിറവം, കൂത്താട്ടുകുളം ഭാഗങ്ങളിൽ നിന്നുള്ള ഓർഡിനറി ബസ്സുകളെയാണ് കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത്. ബസ് ബേകളുടെ ഇരുവശങ്ങളിലും രാത്രികാലങ്ങളിൽ പോലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് പതിവായിരിക്കുകയാണ്. സ്വകാര്യ വാഹനങ്ങളുടെ നഗ്നമായ നിയമലംഘനങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ മൂവാറ്റുപുഴ പോലീസ് തയ്യാറാകുന്നില്ലെന്ന് വ്യാപക പരാതിയുണ്ട്. ചില സ്ഥാപന ഉടമകൾ പോലീസിനെ സ്വാധീനിച്ച ബസ് ബേകൾ സ്വന്തം പാർക്കിംഗ് ഇടമായി ഉപയോഗിക്കുന്നു. സ്വന്തം കടകൾക്ക് മുന്നിൽ വാഹനങ്ങൾ നിർത്താൻ അനുവദിക്കാതെ പൊതുജനത്തിനുള്ള ബസ് ബേകൾ ഇവർ കൈയേറുകയാണ്. ബസ് ബേകൾ കാറുകളും ബൈക്കുകളും കൈയടക്കുന്നതോടെ ബസ്സുകൾ റോഡിന് നടുവിൽ നിർത്തേണ്ടി വരുന്നു. ഇത് നഗരത്തിൽ വലിയ തോതിലുള്ള ഗതാഗത തടസ്സത്തിനും കാൽനട യാത്രക്കാരുടെ സുരക്ഷാ ഭീഷണിക്കും കാരണമാകുന്നു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. മഞ്ഞളൂർ റൂറൽ സഹകരണ ബാങ്കിലെ ക്രമക്കേടിൽ നഷ്ടമായ തുക നഷ്ടോത്തരവാദിത്വമായി ഈടാക്കാൻ സഹകരണ വകുപ്പ് സർചാർജ് ഉത്തരവ്. 1 മാസത്തിനകം ഉത്തരവാദികളായ 20 പേരും തുക ബാങ്കിൽ അടച്ചില്ലെങ്കിൽ റവന്യൂ റിക്കവറി നടപടി സ്വീകരിക്കുന്നതടക്കം ഉത്തരവ്. വാഴക്കുളത്ത് പ്രവർത്തിക്കുന്ന കോൺഗ്രസ് ഭരണസമിതിയിലുള്ള മഞ്ഞളൂർ റൂറൽ സഹകരണ ബാങ്കിലെ ക്രമക്കേടിൽ നഷ്ടമായ തുക നഷ്ടോത്തരവാദിത്വമായി ഈടാക്കാൻ സഹകരണ വകുപ്പ് സർചാർജ് ഉത്തരവ്. ഉത്തരവ് ലഭിച്ച 1 മാസത്തിനകം ഉത്തരവാദികളായ 20 പേരും തുക ബാങ്കിൽ അടച്ചില്ലെങ്കിൽ റവന്യൂ റിക്കവറി നടപടികളിലൂടെ പണം ഈടാക്കാൻ മൂവാറ്റുപുഴ അസിസ്റ്റന്റ് രജിസ്ട്രാറെ ചുമതലപ്പെടുത്തിയാണ് ജോയിന്റ് രജിസ്ട്രാറുടെ ഉത്തരവിറക്കിയത്. 12% തുകയായ 22 കോടിയോളം രൂപ സർചാർജായി 20 പേരിൽ നിന്ന് ഈടാക്കണം. ഫണ്ട് ദുരുപയോഗം, വിശ്വാസവഞ്ചന, സാമ്പത്തിക ക്രമക്കേട്, വ്യാജരേഖ ചമയ്ക്കൽ, പണാപഹരണം എന്നിവയിലൂടെ നഷ്ടപ്പെട്ട തുകയാണ് ഈടാക്കേണ്ടത്. ബാങ്ക് മുൻ പ്രസിഡന്റ് പരേതനായ ജോയി മാളിയേക്കലിൽ നിന്ന് 6,45,13,998 രൂപയും ഭാര്യ ആനി ജോയിയിൽ നിന്ന് 2,12,73,358 രൂപയും മകൻ പോൾ ജെ മാളിയേക്കലിൽ നിന്ന് 61,72,154 രൂപയും ഈടാക്കണം. 51 അംഗങ്ങളുടെ പേരിലുള്ള വായ്പയിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയതായി സഹകരണ വകുപ്പ് കണ്ടെത്തിയിരുന്നു. മുൻ ഓണററി സെക്രട്ടറി ഡൊമിനിക് സ്കറിയ 36 അംഗങ്ങളുടെ പേരിലെടുത്ത വായ്പ ഉൾപ്പെടെ
ആടകോടി 12,81,134 രൂപയും അംഗം KS ബോബൻ എടുത്ത 1,40,90,203 രൂപയും മുൻ ഓണററി സെക്രട്ടറി VM സൈനുദ്ദീനിൽ നിന്ന് 1,96,58,954 രൂപയും ഈടാക്കണം. ബിനാമി വായ്പകളുടെ തുക മുൻ ഭരണസമിതി അംഗങ്ങൾക്കും സെക്രട്ടറിക്കും വിഭജിച്ച് നൽകി. ജോയി മാളിയേക്കൽ, ഡൊമിനിക് സ്കറിയ, നിലവിലെ പ്രസിഡന്റ് സിറിൽ ജോസഫ്, ഭരണസമിതി അംഗങ്ങളായ സാബു പൊതൂർ, ജിമ്മി തോമസ്, MA ഫ്രാൻസിസ്, KV ഉലഹന്നാൻ, മേരി പീറ്റർ, KP ചന്ദ്രിക, ലവ്ലി ജോസ് എന്നിവരും മുൻ ഭരണസമിതി അംഗങ്ങളായ റോയി ഐസക്, CA ബാബു, VM സൈനുദ്ദീൻ, സെക്രട്ടറി ചുമതലയിലുണ്ടായിരുന്ന മിനി പോളും 2,51,181 രൂപ വീതം അടയ്ക്കാനുണ്ട്. സ്വന്തമായും വ്യാജ ഇടപാടുകളിലൂടെയും നടത്തിയ തുക 2,22,66,669 രൂപ മിനി പോളിൽ നിന്നും സീനിയർ ക്ലർക്ക് സനൽ സജി 50,61,311 രൂപയും അടയ്ക്കണം. ജീവനക്കാരായ സ്മിത തമ്പി 9,17,145 രൂപ, നീനു ജോൺസൺ 36,38,612 രൂപയും അടയ്ക്കണം. ലതാപാലത്തിന് സമീപം 8 മാസത്തോളമായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് തകർന്ന് വെള്ളം പാഴാകുന്നതായി പരാതി. പൈപ്പ് തകർന്ന് വെള്ളം പോകുന്നത് മൂലം ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ദിവസേന പാഴാകുന്നത്. മൂവാറ്റുപുഴ ലതാപാലത്തിന് സമീപം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് തകർന്ന് വെള്ളം പാഴാകുന്നതായി പരാതി. 8 മാസത്തോളമായി ലതാപാലത്തിന് സമീപം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് തകർന്ന് വെള്ളം പുഴയിലേക്ക് തന്നെ പതിക്കാൻ തുടങ്ങിയിട്ട്. നിരവധി തവണ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർക്കടക്കം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നാണ് പരാതി. പൈപ്പ് തകർന്നത് മൂലം പ്രദേശത്ത് വെള്ളത്തിന്റെ ലഭ്യതക്കുറവും നേരിട്ടിരുന്നു. പൈപ്പിന്റെ കാലപ്പഴക്കം മൂലം തകർന്നതാണ് വെള്ളച്ചോർച്ചയ്ക്ക് കാരണമെന്നും നിരവധി തവണ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നുമാണ് ആക്ഷേപം. എവിടെയോ പൊട്ടിയിട്ടുണ്ട്. പഴയ പൈപ്പല്ലേ, പണ്ടുണ്ടാവുക പൈപ്പല്ലേ, ആ പൈപ്പ് ഒന്ന് മാറ്റണ്ടേ, അല്ലെങ്കിൽ ഇത്രയും പ്രഷറായിട്ട് വെള്ളം വന്ന് പൊട്ടിപ്പോവില്ലേ. പണ്ടുകാലത്ത് പൈപ്പ് ഇത്ര ആൾ ജനം ഉണ്ടായിരുന്നില്ല, ഇത്രയും ജനവും താമസിക്കണം. അതിനകത്ത് പമ്പിങ് പ്രഷർ കൂടുമ്പോൾ പൈപ്പ് പൊട്ടിപ്പോകും, പഴയ പൈപ്പൊക്കെ. മാസങ്ങളായി പൈപ്പ് തകർന്ന് വെള്ളം പോകുന്നത് മൂലം ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ദിവസവും പാഴാകുന്നത്. ദിവസങ്ങൾ നീണ്ട പരിശോധനയെ തുടർന്നാണ് പൈപ്പ് തകർന്ന സ്ഥലം കഴിഞ്ഞ ദിവസം കണ്ടെത്തിയതെന്നും പൈപ്പിന്റെ ചോർച്ച പരിഹരിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചെന്നും ഒരു ദിവസത്തിനുള്ളിൽ തകരാർ പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെന്നും വാട്ടർ അതോറിറ്റി ജീവനക്കാരൻ പറഞ്ഞു. കിഴക്കര റൂട്ടിലേക്ക് വെള്ളം പ്രഷർ പിടിക്കണമെന്ന് പറഞ്ഞ ആൾക്കാരിങ്ങനെ പരാതിയായിട്ട് വന്നു. അങ്ങനെ ഇത് എവിടെ വെള്ളം പോകണമെന്ന് മനസ്സിലാകാണ്ട് നോക്കി പാലത്തിൻ്റെ, നമ്മുടെ മൂവാറ്റുപുഴ ലതാപാലത്തിൻ്റെ താഴെ കെട്ടിൻ്റെ ഇടയ്ക്കടെ വെള്ളം പുഴയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ഈ ഇന്നലെയാണ് കണ്ടുപിടിച്ചത്. ആ കണ്ടുപിടിച്ച് ഇപ്പം അത് നന്നാക്കാനുള്ള ഒരു പരിഹാരമായിട്ട് പണി തുടങ്ങിയിട്ടുണ്ട്. അത് നന്നാക്കി തീർന്നു കഴിഞ്ഞാൽ പൈപ്പ് ഒരുപാട് ഡെപ്തിലാണ് കിടക്കുന്നത്, 2 മീറ്റർ താഴ്ചയുണ്ട്. കുറേ നാളായി പോകാൻ തുടങ്ങിയിട്ട് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ അതിനുള്ള പരിഹാരമായിട്ട് ഇന്ന് പണി തുടങ്ങിയിട്ടുണ്ട്. വൈകുന്നേരം കൊണ്ട് തീർക്കാനുള്ള ഉദ്ദേശമാണ്. പൈപ്പ് മാറ്റേണ്ടി വരും. അതിന് താത്തി ലീക്ക് കണ്ടിട്ടില്ല. 2 മീറ്റർ ഡെപ്തിൽ താത്തിയാലേ ലീക്ക് അവിടെ നിന്നാണെന്ന് മനസ്സിലാവുള്ളൂ. അത് താത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി ബാക്കി പൈപ്പ് കണ്ടേച്ചേ പറയാൻ പറ്റുള്ളൂ. പൈപ്പ് മാറ്റി സ്ഥാപിക്കണമെന്നും പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നുമാണ് നഗരവാസികളുടെ ആവശ്യം. തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി, തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം, കച്ചേരിത്താഴം, മൂവാറ്റുപുഴ. KSRTC ബസ് ഡ്രൈവറെ മർദ്ദിച്ച സംഭവത്തിൽ പാലക്കുട സ്വദേശി അറസ്റ്റിൽ. പാലക്കുട മാച്ചാലിൽ നന്ദു M അജിയാണ് അറസ്റ്റിലായത്. KSRTC ബസ് ഡ്രൈവറെ മർദ്ദിച്ച കേസിൽ പാലക്കുട സ്വദേശി അറസ്റ്റിൽ. പാലക്കുട മാച്ചാലിൽ നന്ദു M അജിയെയാണ് കൂത്താട്ടുകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച വൈകിട്ട് 5ഓടെ കൂത്താട്ടുകുളം KSRTC സബ് ഡിപ്പോയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. റാന്നി എറണാകുളം റൂട്ടിലൂടുന്ന ബസ് എറണാകുളത്ത് നിന്നും റാന്നിയിലേക്ക് പോകും വഴി കൂത്താട്ടുകുളം ഡിപ്പോയിലേക്ക് പ്രവേശിച്ചപ്പോൾ നടപ്പുറം ബൈപ്പാസിൽ വെച്ച് നന്ദു സഞ്ചരിച്ചിരുന്ന കാറിൽ ബസ് തട്ടുകയും ബസ് ഡ്രൈവറും നന്ദുവും തമ്മിൽ തർക്കത്തിൽ ഏർപ്പെടുകയുമായിരുന്നു. തർക്കത്തിനൊടുവിൽ ഡ്രൈവർ ബസ് ഡിപ്പോയിലേക്ക് എടുത്തു. ഇതിനിടെ ബസ്സിന് പിന്നാലെ എത്തിയ നന്ദു ഡ്രൈവറെ മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു. KSRTC എംപാനൽ ഡ്രൈവറായ പത്തനംതിട്ട സ്വദേശി പുളിക്കമണ്ണിൽ PT സന്തോഷിന്റെ മൊഴിപ്രകാരമാണ് കൂത്താട്ടുകുളം പോലീസ് കേസെടുത്ത് നന്ദുവിനെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. വിഷു ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ കുടുംബശ്രീ വിഷു വിപണന മേളയ്ക്ക് മൂവാറ്റുപുഴ നഗരസഭയിൽ തുടക്കമായി. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ധന്യ അരുൺ മേള ഉദ്ഘാടനം ചെയ്തു. നഗരസഭയിലെ കുടുംബശ്രീ സംരംഭകരുടെയും കുടുംബശ്രീ കർഷകരുടെയും ഉൽപ്പന്നങ്ങളാണ് വിഷു വരെ നീണ്ടു നിൽക്കുന്ന മേളയിൽ ലഭിക്കുക. സ്റ്റാളിലെ കുടുംബശ്രീ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ മേളയുടെ പ്രത്യേകതയാണ്. നഗരസഭാ പരിധിയിൽ ഇറച്ചിവിലയിലുണ്ടായ വർധനയും ഹോട്ടലുകളിലെ വ്യത്യസ്ത നിരക്കുകൾ ഈടാക്കുന്നതുമായ പരാതികളുടെ അടിസ്ഥാനത്തിൽ നഗരസഭാ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ യോഗം നടത്തി. ഹോട്ടൽ ഉടമകളെയും ഇറച്ചിക്കട ഉടമകളെയും പങ്കെടുപ്പിച്ച് നടത്തിയ യോഗത്തിൽ വില നിയന്ത്രണം ഉറപ്പാക്കാൻ പരിശോധനകൾ ശക്തമാക്കാൻ തീരുമാനം.
നഗരസഭാ പരിധിയിൽ ഇറച്ചിവിലയിലുണ്ടായ വർധനയും വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഹോട്ടലുകളിൽ വ്യത്യസ്ത നിരക്കുകൾ ഈടാക്കുന്നതുമായ പരാതികളുടെ അടിസ്ഥാനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണിയുടെ നേതൃത്വത്തിൽ ഹോട്ടൽ ഉടമകളും ഇറച്ചിക്കട ഉടമകളെയും പങ്കെടുപ്പിച്ച് യോഗം നടത്തി. യുദ്ധാനന്തര സാഹചര്യങ്ങളും ഗ്യാസിന്റെ ദൗർലഭ്യവും ചൂണ്ടിക്കാട്ടി വില വർദ്ധിപ്പിച്ചിരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചാണ് യോഗം ചേർന്നത്. ചായയ്ക്ക് 18 രൂപ വരെ ഈടാക്കിയിരുന്നതായി പരാതികളുണ്ടായിരുന്നു. യോഗത്തിൽ തീരുമാനിച്ചതനുസരിച്ച് യുദ്ധത്തിന് മുൻപുണ്ടായിരുന്ന വിലയേക്കാൾ 2 രൂപ കൂടുതൽ വർദ്ധിപ്പിക്കാൻ പാടില്ല. ബീഫ് കിലോയ്ക്ക് 480 കൂടുതൽ ഈടാക്കരുതെന്നും ബീഫ് എന്ന പേരിൽ എരുമയിറച്ചി വിൽക്കുന്നത് നിരോധിച്ചതായും യോഗം തീരുമാനിച്ചു. എരുമ, കാള ഇറച്ചികൾക്ക് കിലോയ്ക്ക് 440 കൂടുതൽ വില ഈടാക്കാൻ പാടില്ലെന്നും നിർദ്ദേശിച്ചു. ഹോട്ടലുകളിലും ഇറച്ചിക്കടകളിലും വിലവിവര പട്ടിക നിർബന്ധമായും പ്രദർശിപ്പിക്കണമെന്നും യോഗം നിർദ്ദേശിച്ചു. വില നിയന്ത്രണം ഉറപ്പാക്കാൻ പരിശോധനകൾ ശക്തമാക്കുമെന്നും ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി അറിയിച്ചു. നഗരസഭാ പരിധിയിലുള്ള ഹോട്ടലുകളിൽ അതുപോലെ തന്നെ ഇറച്ചി, മീൻ, മത്സ്യ മാംസങ്ങൾക്ക് അനിയന്ത്രിതമായ വിലക്കയറ്റം എന്നുള്ളൊരു പരാതിയാണ് വരുന്നത്. ഒരു കടയിലെ ചായക്ക് 10 രൂപയാണെങ്കിൽ അതേ രീതിയിലുള്ള അതേ ഗ്രേഡിലുള്ള മറ്റൊരു കടയിൽ 15 രൂപയ്ക്ക് ചായ, 18 രൂപയ്ക്ക് ചായ എന്നൊക്കെ വരുമ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് പൊതുജനങ്ങൾ അത് കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു അനിയന്ത്രിതമായിട്ട് ഒരു യൂണിഫോമിറ്റി ഇല്ലാത്ത രീതിയിലാണ് ഈ ഒരു വിലക്കയറ്റം വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അവസ്ഥ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. സിറ്റുവേഷൻസ് മനസ്സിലാവുന്നുണ്ട്. ഗ്യാസിന്റെ അവൈലബിലിറ്റിയുടെ പ്രശ്നങ്ങളും ഇപ്പം ഉണ്ടാവുന്ന സാധനങ്ങളുടെ വിലയിലുണ്ടാവുന്ന ഉയർച്ചയും ഒക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ഇവിടെ നിന്നും ഒരു തീരുമാനം എടുത്തിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. നമുക്കൊരു വില നിശ്ചയിക്കുന്നതിൽ ഒരു യൂണിഫോം ആയിട്ട് എല്ലാം വില നിശ്ചയിച്ചു പോകാനായിട്ട് അറ്റ് ദ സെയിം ടൈം കടകളുടെ ഗ്രേഡും കൂടെ നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്തിട്ട് ഒരു എമൗണ്ട് നിശ്ചയിച്ചിട്ട് പോകുന്നതായിരിക്കും. യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ PM അബ്ദുൾ സലാം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ രജിത P, CM ഷുക്കൂർ, ഷഹന മാഹിൻ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, പൊതുവിതരണ വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ അധികൃതർ മുന്നറിയിപ്പ് നൽകി. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. വാഴക്കുളം വേങ്ങച്ചുവട് കൂവേലി ശല്യാമ്പാറ കല്ലത്ത് KC ജോസ് 69 നിര്യാതനായി. സംസ്കാരം ചൊവ്വാഴ്ച 2-ന് വാഴക്കുളം സെന്റ് ജോർജ് ഫൊറോനപ്പള്ളിയിൽ നടത്തപ്പെടും. ഭാര്യ സലോമി, മക്കൾ ബിബിൻ, നെബിൻ, ഡെൽന, മരുമകൾ എൽബ വർഗീസ്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.